ഗുഡ് മോർണിംഗ്. സൺഡേ ടെക് ടൈമിൻ്റെ 19ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചൂട് ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാണ്ടല്ലോ, വയർത്ത് കുളിക്കുകയാണ് മനുഷ്യൻ. രാവിലെ കുളിച്ചിറങ്ങിയാൽ തന്നെ നമ്മളിങ്ങനെ ഉരുകി ആ ഒരു പാട്ടിനെ ശരിക്കും അർത്ഥമാക്കുന്ന ഒരു ജീവിതമാണ് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സോ നട്ടുച്ചയ്ക്കൊക്കെ പുറത്തിറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക, നന്നായി വെള്ളം കുടിക്കുക, അത്രയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നിർവാഹമുള്ളൂ. ഇനി വെയിലത്ത് പണിയെടുക്കുന്നവരാണെങ്കിൽ പരമാവധി വെള്ളം കുടിക്കാനും അതേപോലെ ഒന്ന് സൂക്ഷിക്കുക. അവർക്ക് പിന്നെ വേറെ നിർവാഹമില്ല, ജീവിക്കണ്ടേ. സോ നോക്കുക, എല്ലാവരും അവരുടെ ഹെൽത്ത് കാര്യങ്ങളെല്ലാം നല്ല രീതിക്ക് നോക്കുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ന്യൂസിലോട്ട് കടക്കുന്നതിന് മുന്നായിട്ട് നത്തിങ് വോയിസ് 2.5.4യുടെ ഒരു അപ്ഡേഷൻ എങ്ങനെയുണ്ട് എന്നുള്ളത് പലരും കമൻ്റായിട്ട് ചോദിച്ചിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം അത് അത്ര ഒരു എഫക്റ്റീവ് ആയിട്ടുള്ളൊരു അപ്ഡേഷനായിട്ട് എനിക്ക് തോന്നിയില്ല. 25 MB ആയിരുന്നു കേട്ടോ ഓവറോൾ ഒരു അപ്ഡേറ്റിൻ്റെ സൈസ് വന്നിരുന്നത്. ക്യാമറ സൈഡിൽ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ ഉണ്ട് എന്നാണ് ആ ഒരു അപ്ഡേറ്റിൻ്റെ ആ ഒരു ലോഗിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ കുറച്ച് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്, പക്ഷെ ഒരു അതിഗംഭീരം എല്ലാം ക്ലിയറായി എന്ന് പറയാവുന്ന ഒരു അവസ്ഥയൊന്നുമില്ല. ആ ലാഗ് കാര്യങ്ങളും ഇപ്പോഴും കളറൊക്കെ ഡിറ്റക്റ്റ് ചെയ്യാത്ത ഒരു പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് ഉണ്ട്. സോ ഇനിയും ഒരുപാട് നന്നാവാനായിട്ടുണ്ട്. എന്തായാലും നന്നായി വരുന്നുണ്ട്. ഓക്കെ, അതുകൂടാതെ നത്തിങ്ങിൻ്റെ ഈ ഒരു കവറ് കണ്ടോ, ട്രാൻസ്പെറൻറ്റ് കേസ്, ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. ഫോൺ എടുത്ത സമയത്ത് നോക്കിയപ്പോൾ നല്ല കേസായിട്ട് ഇവരുടെ നത്തിങ്ങിൻ്റെ ഒറിജിനൽ കേസ് തന്നെയാണ് കണ്ടത്. അന്ന് നോക്കിയപ്പോൾ ആദ്യം നോക്കിയപ്പോൾ 2699 രൂപ, പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് നോക്കിയപ്പോൾ 2799 രൂപ, അതും കഴിഞ്ഞ് നോക്കിയപ്പോൾ 2999 രൂപ. ഫൈനലി ഞാൻ കഴിഞ്ഞ ദിവസം ഒരു 3 ദിവസം മുന്നേ ഞാൻ ഇതിൻ്റെ കവറ് വാങ്ങിയത് എത്ര രൂപയ്ക്കാണെന്നറിയോ? 630 രൂപയ്ക്ക്. ഇപ്പോൾ 699 രൂപയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത്. സോ എന്തൊക്കെ തട്ടിപ്പാലേ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. 2300 2400 രൂപയുടെയൊക്കെ ഡിഫറൻസ് ആണ് ഒരു കവറിൽ വന്നിരിക്കുന്നത്. അതും വെറും 1-2 ആഴ്ചയുടെ ഗ്യാപ്പിലാണ് ഇത്രയും ഡിഫറൻസ് വന്നത്. സോ ഇതുപോലുള്ള സാധനങ്ങൾ വാങ്ങുമ്പോൾ ഒന്ന് നോക്കുക. പിന്നെ ഒന്നും ചെയ്യാനില്ല. നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? നല്ല പ്രോഡക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ അവർ പറയുന്ന പ്രൈസിന് നമുക്ക് വാങ്ങിയേ പറ്റുള്ളൂ. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ റിട്ടേൺ ചെയ്യാൻ പറ്റില്ല. 7 ദിവസം സർവീസ് സെൻറ്റർ റീപ്ലേസ്മെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു റിട്ടേൺ പോളിസിയിലാണ് എടുക്കുന്നത്. സോ എന്തായാലും അന്ന് വാങ്ങാഞ്ഞത് എൻ്റെ ഭാഗ്യം. ഇത് വാങ്ങിയിട്ടുള്ളവർക്ക് ഞാനിനി ഒന്നും കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ന്യൂസിലോട്ട് കിടക്കാം. OnePlusൻ്റെ നോഡ് CE4 എന്ന് പറയുന്ന ഫോൺ നാളെ ലോഞ്ച് ചെയ്യുകയാണ്. ആമസോൺ വഴിയാണ് ആ ഒരു ഫോൺ വാങ്ങാനായിട്ട് സാധിക്കുക. 25,000 രൂപയ്ക്കാണ് അതിൻ്റെ ഒരു പ്രൈസ് ലിസ്റ്റ് ചെയ്യാൻ പോകുന്നതെന്നൊരു മൊത്തത്തിലൊരു വാർത്ത കേൾക്കുന്നുണ്ട്. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നത്തിങ് ഫോൺ 2A ആയിരിക്കും ആ ഒരു ഫോണിൻ്റെ പ്രധാന എതിരാളിയായിട്ട് വരിക. എന്തായാലും നാളെ വൈകുന്നേരത്തോടു കൂടിയിട്ട് കാര്യങ്ങളെല്ലാം വ്യക്തമാവും. എന്തായാലും കൺഫേം ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗൺ 7 Gen 3യുടെ ചിപ്സെറ്റ് വെച്ചിട്ടാണ് വരുന്നത്. 6.7 ഇഞ്ച് വരുന്ന AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. സോ ഡിസ്പ്ലേ സൈഡിൽ അടിപൊളി തന്നെയാണ്. എന്തായാലും കൂടുതൽ വിശേഷങ്ങൾ നാളെ വൈകുന്നേരം അറിയാം. അതുകൂടാതെ മോട്ടറോള എഡ്ജ് 50 Pro എന്ന് പറയുന്ന ഫോൺ ഏപ്രിൽ 3 ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഇതിൽ ആദ്യം പറഞ്ഞിരുന്നത് സ്നാപ്ഡ്രാഗൺ 8S Gen 3 എന്ന് പറയുന്ന പുതിയൊരു ചിപ്സെറ്റ് വെച്ചിട്ടാണ് വരാൻ പോകുന്നത് എന്നാണ്. ഞാൻ കാര്യങ്ങളൊക്കെ ഒന്ന് തപ്പിപ്പിടിച്ച് പോയപ്പോഴാണ് ആക്ച്വലി മനസ്സിലായത്. ഈ ഒരു സീരീസിൽ 3 ഫോണുകൾ വരുന്നുണ്ട്. മോട്ടോ എഡ്ജ് ഫ്യൂഷൻ, മോട്ടോ എഡ്ജ് പ്രോ, മോട്ടോ എഡ്ജ് അൾട്ര എന്ന് പറയുന്നത്. അതിൽ നമുക്ക് പ്രോ മാത്രമാണ് ഇപ്പോൾ ഇന്ത്യയിലോട്ട് വരുന്നത്. ഈ ഫ്യൂഷനും അൾട്രയും നിലവിൽ ഇന്ത്യയിലോട്ട് വരുന്നില്ല. അതെന്ന് വരും എന്നുള്ള കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. ഈ അൾട്ര എന്ന് പറയുന്ന മോഡലിലാണ് 8S Gen 3യുടെ ചിപ്സെറ്റ് വരുന്നത്. എനിവേ ഈ ഒരു എഡ്ജ് 50 പ്രോയിലോട്ട് വരുമ്പോൾ നമുക്ക് 50 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. IP68 വാട്ടർ ആൻഡ് ഡസ്റ്റ് പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. ഒരു പ്രീമിയം ലെവലിൽ തന്നെയുള്ള ഒരു ഫോണായിട്ടാണ് വരുന്നത്. ഇതും 30,000 രൂപയ്ക്ക് താഴെ വരാനുള്ള ഒരു ചാൻസ് ഉണ്ട് എന്ന് പറയപ്പെടുന്നു. കാത്തിരുന്ന് കാണാം. എന്തായാലും ഏപ്രിൽ 3 ഈ ഒരു ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യും. ഗാലക്സി S23 സീരീസിലും അതേപോലെ ഫോൾഡ് ഫ്ലിപ്പ് 5 സീരീസിലും One UI 6.1ൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ കിട്ടുന്നുണ്ട്. അത് വലിയ കാര്യമുള്ളതാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് ആ ഒരു AI ഫീച്ചർ ഉണ്ടല്ലോ, ഗാലക്സി AI, ആ ഒരു ഫീച്ചർ ഈ ഒരു അപ്ഡേഷനോട് കൂടിയിട്ട് ഈ പറയുന്ന ഫോണുകളിലെല്ലാത്തിലും കിട്ടും. സോ നമുക്ക് S24 അൾട്രയിൽ കിട്ടുന്ന എല്ലാ ഫീച്ചേഴ്സും ഇനി മുതൽ S23 സീരീസിലും അതേപോലെ ഫോൾഡ് ഫ്ലിപ്പ് 5 സീരീസിലും കിട്ടുന്നതാണ്. ഏകദേശം 3 GB ആണ് ആ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേഷൻ്റെ സൈസ് വന്നിരിക്കുന്നത്. എല്ലാവരും ഫോണിൻ്റെ ബാക്കപ്പ് എടുത്ത് വെച്ചതിന് ശേഷം മാത്രം ഈ ഒരു ലേറ്റസ്റ്റ് അപ്ഡേഷൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം അതൊരു മേജർ അപ്ഡേഷനാണ്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഫോൺ ഇതാവാനോ ഡാറ്റ മിസ്സാവാനുള്ള ചാൻസസ് ഉണ്ട്. ഗാലക്സി AI കുറിച്ച് പറഞ്ഞപ്പോഴാണ് പിക്സൽ 6 സീരീസിലും പിക്സൽ 7A മോഡലിലും സർക്കിൾ ടു സെർച്ച് എന്ന് പറയുന്ന ആ ഒരു ഫീച്ചർ ഉണ്ടല്ലോ, AI ഫീച്ചർ, അത് നിങ്ങൾക്കും അവൈലബിൾ ആയിട്ടുണ്ട്. ആ ഒരു ഫോണിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അത് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന സർക്കിൾ ടു സെർച്ച് എന്ന് പറയുന്ന ഫീച്ചർ ഈ ഫോണുകളിലോട്ടും വരും. സോ ഗാലക്സി AI ഫീച്ചർ മാത്രമാണെന്ന് പറഞ്ഞൊരു സംഭവം ഇപ്പോൾ പിക്സൽ ഫോണുകളിൽ എല്ലാത്തിലോട്ടും വന്നിട്ടുണ്ട്. ചെയ്തു നോക്കുക. എക്സ്പീരിയൻസ് എന്താണെന്നുള്ളതൊന്ന് കമൻ്റായിട്ട് അറിയിക്കുക.
സാംസങ്ങിന്റെ സൈഡിൽ നിന്ന് ഒരു കിഡിലൻ ഫോൺ വരുന്നുണ്ടെന്നൊരു വാർത്ത മൊത്തത്തിൽ ഇങ്ങനെ, അതാണ് ഇപ്പോൾ ചർച്ച എന്ന് പറയുന്നത്. M55 ആണ് മോഡലിന്റെ പേര് വരുന്നത്. അതിൽ സ്നാപ്ഡ്രാഗൺ 7 Gen 1ന്റെ ചിപ്സെറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. 50 മെഗാ പിക്സലിന്റെ റിയർ ക്യാമറയും 50 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. 5 വർഷത്തെ വരെ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ഈ ഒരു ഫോണിൽ കൊടുക്കുന്നുണ്ട്. ഇതിന്റെ ഒരു പ്രൈസും കൂടിയും പല സ്ഥലങ്ങളിലും കേൾക്കുന്ന 30,000 രൂപയ്ക്ക് താഴെ വരാനൊരു ചാൻസ് ഉണ്ടെന്ന് പറയുന്നു. സാംസങ് ആണ്, എന്തായാലും പ്രതീക്ഷിക്കേണ്ട 35,000 രൂപയ്ക്ക് മുകളിലായിരിക്കും. അതായത് നമ്മളുടെ A35നും A55 ഉണ്ടല്ലോ, ഇത് രണ്ടിനും ഇടയിലുള്ള ഒരു പ്രൈസിൽ വരാനാണ് ഏറ്റവും കൂടുതൽ ചാൻസ് ഞാൻ കാണുന്നത്. എന്തായാലും അധികം വൈകാതെ ഈ M55 എന്ന് പറയുന്ന ഒരു മോഡൽ ഇന്ത്യയിലോട്ട് വരുന്നുണ്ട്. IQ എന്ന കമ്പനിയുടെ 4ാമത്തെ ആനിവേഴ്സറി പ്രമാണിച്ച് ഒരു സ്പെഷ്യൽ എഡിഷൻ IQ12 ഫോൺ വരുന്നുണ്ട്. മിക്കവാറും അതൊരു BMW എഡിഷൻ ആവാനാണ് ചാൻസ് വരുന്നത്. ഒരു വലിയൊരു ലെറ്ററൊക്കെ IQന്റെ സൈഡിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ഒരു ആനിവേഴ്സറി സ്പെഷ്യൽ എഡിഷൻ ഫോൺ അവരുടെ സൈഡിൽ നിന്ന് വരുന്നുണ്ട്. സോ നിങ്ങൾ IQ12 ഫോൺ എടുക്കാനായിട്ട് കാത്തിരിക്കുന്ന ആളുകളാണെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യുക. ചിലപ്പോൾ ഒരു പക്ഷേ ലിമിറ്റഡ് എഡിഷൻ ആയിട്ട് ഒരു നല്ല മോഡൽ അതേ പ്രൈസിന് തന്നെ കിട്ടാൻ ചാൻസ് ഉണ്ട്. നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഗൂഗിൾ പിക്സൽ 9ന്റെ ലീക്ക്ഡ് റെൻഡർ ഇമേജ്. ഓൾറെഡി നമ്മൾ ഈ ഒരു ഫോട്ടോസ് കുറേ മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും അധികം വൈകാതെ ഈ ഒരു പിക്സൽ 9 സീരീസും ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. AI ഫീച്ചേഴ്സൊക്കെ കുത്തി നിറച്ച് വെച്ചിരിക്കുന്ന വേറൊരു ലെവൽ ഫോണായിരിക്കും. എന്തായാലും ഇതാണ് അതിൻ്റെ ഒരു ലീക്ക്ഡ് ഇമേജ് എന്ന് പറയുന്നത്. ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് ഒന്ന് കമൻ്റ് ആയിട്ടൊന്ന് അറിയിക്കാം. പോക്കോയുടെ സൈഡിൽ നിന്ന് പോക്കോ C60 എന്ന് പറയുന്ന ഒരു ബഡ്ജറ്റ് റേഞ്ചിലുള്ള ഫോൺ കഴിഞ്ഞ ആഴ്ച ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 7,000 രൂപയ്ക്കാണ് ഫ്ലിപ്കാർട്ടിൽ ഈ ഒരു പ്രൊഡക്റ്റ് വിറ്റുകൊണ്ടിരിക്കുന്നത്. സോ കിഡിലൻ ഡിസൈനാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയതും അവർ പറയുന്നതും അങ്ങനെ തന്നെയാണ്. നമ്മളുടെ റിയൽമി 12 സീരീസിലൊക്കെ കൊടുത്തിരിക്കുന്ന ആ ഒരു ക്യാമറ ഡിസൈൻ ഉണ്ടല്ലോ, റൗണ്ട് ഡിസൈൻ, അതേപോലെ തന്നെയുണ്ട് ഇതിൻ്റെ ബാക്കിൽ കാണാനായിട്ട്. സോ പോക്കോ ഫോൺ 10,000 രൂപയ്ക്ക്, ഒരു 8,000 രൂപയ്ക്ക് താഴെയൊക്കെ നിങ്ങൾ നല്ലൊരു ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ ഇത് നോക്കാം. ഇത് 4G ഡിവൈസ് ആണ്, 5G അല്ല. കഴിഞ്ഞ ആഴ്ച ചൈനയിൽ ലോഞ്ച് ചെയ്ത റിയൽമി 12X എന്ന് പറയുന്ന ഫോൺ ഏപ്രിൽ 2 ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. 12,000 രൂപയ്ക്ക് താഴെ ആയിരിക്കും ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് വരുന്നത്. ഫുൾ HD+ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്, 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് കൊടുത്തിട്ടുണ്ട്. ഇതൊരു 5G ഡിവൈസ് ആണ്. 12,000 രൂപയ്ക്ക് താഴെ റിയൽമിയുടെ ഒരു 5G ഡിവൈസ് നോക്കണം എന്നുണ്ടെങ്കിൽ ഇത് കൺസിഡർ ചെയ്യാം. സോണിയുടെ സൈഡിൽ നിന്ന് 2 പുതിയ ഫോണുകൾ വന്നിട്ടുണ്ട്. സോണി Xperia 1.5ഉം സോണി Xperia 5.5 എന്ന് പറയുന്ന 2 മോഡലുകൾ. ഇത് ജപ്പാൻ എക്സ്ക്ലൂസീവ് ആണ്. ഇന്ത്യയിലോട്ടോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലോട്ടൊന്നും ഈ ഒരു പ്രൊഡക്റ്റ് വരാറില്ല. ഓക്കെ, ജസ്റ്റ് 2 ഫോണുകൾ സോണിയുടെ സൈഡിൽ നിന്ന് വന്നിട്ടുണ്ട്, അത്രമാത്രം. 2 ദിവസം മുന്നേ ചൈനയിൽ റെഡ് മാജിക് 9 Pro Plus എന്ന് പറയുന്ന ഫോണിൻ്റെ ട്രാൻസ്ഫോമർ എഡിഷൻ, അതിലൊരു ക്യാരക്ടർ ഉണ്ട് ബബ്ലി ബി എന്ന് പറഞ്ഞിട്ട്, എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറാണ്. ആ ഒരു യെല്ലോ കളറിലുള്ള ക്യാരക്ടർ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു സ്പെഷ്യൽ എഡിഷൻ വന്നിട്ടുണ്ട്. സോ ചൈനയ്ക്ക് മാത്രമാണ്, ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലോട്ടൊക്കെ കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഇന്ത്യയിലോട്ട് എന്തായാലും ഉണ്ടാവില്ല. എന്തായാലും അങ്ങനെ ഒരു ലിമിറ്റഡ് എഡിഷൻ ഫോൺ വന്നിട്ടുണ്ട്. ഇത് ഡിസൈനിൽ മാത്രമല്ല, ഇതിൻ്റെ UIയിലും അതേപോലെ ചാർജർ കാര്യങ്ങളെല്ലാത്തിലും ആ ഒരു ലിമിറ്റഡ് എഡിഷൻ്റെ ആ ഒരു സ്പെക്ക് കൊണ്ടുവരാനായിട്ട് അവർ ആ ഡിസൈൻ കൊണ്ടുവരാനായിട്ട് അവർ ശ്രമിച്ചിട്ടുണ്ട്. സാംസങ് ഗാലക്സി ബുക്ക് 4 എന്ന് പറയുന്ന വില കുറഞ്ഞ ഒരു ലാപ്ടോപ്പ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. വില കുറഞ്ഞ ലാപ്ടോപ്പ് എന്ന് പറയുമ്പോൾ 30,000 20,000 ഒന്നും ആരും പ്രതീക്ഷിക്കേണ്ട. 75,000 രൂപയ്ക്കാണ് ഇതിൻ്റെ ഒരു പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ഈ ഒരു സീരീസിലുള്ള മറ്റ് മോഡലുകളുണ്ടല്ലോ, അതിനൊക്കെ 1.5 ലക്ഷം രൂപ, 1.35, അതിനൊക്കെയാണ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് വില കുറഞ്ഞ ലാപ്ടോപ്പ് എന്ന് പറഞ്ഞിട്ട് 75,000 രൂപയ്ക്ക് അങ്ങനെ വന്നിരിക്കുന്നത്. സോ അതാണ് അങ്ങനെ ഒരു ലാപ്ടോപ്പ് ഗാലക്സി ബുക്ക് 4 എന്ന് പറയുന്ന ഒരു ലാപ്ടോപ്പ് വന്നിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഫ്ലിപ്കാർട്ട്, ആമസോൺ, സാംസങ്ങിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ലോഞ്ചിങ് ഓഫർ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, എന്തോ ഡിസ്കൗണ്ടൊക്കെ നടക്കുന്നുണ്ട്. സോ നോക്കി നോക്കാം. ടെക്നോ പോവ 6 Pro എന്ന് പറയുന്ന ഒരു ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 4 മുതൽ ആമസോൺ വഴി നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങാനായിട്ട് സാധിക്കും. 20,000 രൂപയാണ് നോർമൽ പ്രൈസ് വരുന്നത്. ലോഞ്ചിങ് ഓഫറായിട്ട് 2,000 രൂപയുടെ ഒരു ഡിസ്കൗണ്ട് വരുന്നുണ്ട്. സോ 18,000 രൂപയ്ക്ക് ഈ ഒരു ടെക്നോ പോവ 6 Pro എന്ന് പറയുന്ന ഒരു ഫോൺ വാങ്ങാനായിട്ട് സാധിക്കും. സ്പെക്കൊക്കെ കണ്ടിട്ട് വലിയ കുഴപ്പമില്ല, കാണാനും വലിയ ഡിസൈനിലൊന്നും ഒട്ടും തെറ്റ് പറയാനായിട്ടില്ല. എന്തായാലും അങ്ങനെ ഒരു ഫോൺ വന്നിട്ടുണ്ട്, താല്പര്യമുള്ളവർക്ക് നോക്കാം. സ്നാപ്ഡ്രാഗൺ 4 Gen 2ന്റെ പ്രൊസസർ വെച്ചുകൊണ്ട് വിവോ 40 SE എന്ന് പറയുന്ന ഒരു മോഡൽ യൂറോപ്പിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. വില കുറഞ്ഞൊരു ഫോണാണ്, 15,000 രൂപയ്ക്ക് താഴെയൊക്കെയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു V40 SE എന്ന് പറയുന്ന ഒരു മോഡൽ വിവോയുടെ സൈഡിൽ നിന്ന് അധികം വൈകാതെ ഇന്ത്യയിലോട്ടും വരും. ഇപ്പോൾ യൂറോപ്പിൽ അത് അവൈലബിൾ ആണ്. ഫെസ്റ്റിവൽ സീസൺ പ്രമാണിച്ച് Xiaomi 30 Pro എന്ന് പറയുന്ന മോഡലിൻ്റെ ഒരു സ്പെഷ്യൽ എഡിഷൻ ഫോൺ വന്നിട്ടുണ്ട്. മിസ്റ്റിക് സിൽവർ എഡിഷൻ എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത്. സംഭവം കാണാനൊക്കെ നല്ല രസമായിട്ടുണ്ട്. സ്പെക്കിലോ മറ്റു കാര്യങ്ങളിലോ ഒന്നും യാതൊരു തരത്തിലുള്ള വ്യത്യാസമില്ല. ഈ ഒരു ഡിസൈനിൽ ഈ ഒരു മിസ്റ്റിക് സിൽവർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്പെഷ്യൽ ഡിസൈൻ ആണെന്ന് മാത്രം, അതല്ലാതെ മറ്റു മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ഇനി നമ്മളുടെ അവസാന ന്യൂസ്, വാട്സാപ്പിന്റെ പുതിയ അപ്ഡേഷനെ കുറിച്ച് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നമുക്കിനി മുതൽ ഒരു പ്രൊഫൈൽ പിക്ചറിന്റെ സ്ക്രീൻഷോട്ട് എടുക്കാനോ അല്ലെങ്കിൽ അത് ഷെയർ ചെയ്യാനോ ഉള്ള ഓപ്ഷൻ ഒന്നുമില്ല.
ഇനി ആ ഒരു DP നമുക്ക് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറെ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഫോട്ടോ എടുക്കണം. അതല്ലാതെ ഒരു നിലയ്ക്കും അതിൻ്റെ പ്രൊഫൈൽ പിക്ചർ ഷെയർ ചെയ്യാനായിട്ട് പറ്റില്ല. ഇത് നിലവിൽ ആൻഡ്രോയിഡിൽ മാത്രമാണ് കേട്ടോ വന്നിരിക്കുന്നത്. iOS-ൽ ഇപ്പോഴും നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാനായിട്ട് സാധിക്കും. അതുകൂടാതെ ഈ ഒരു ആൻഡ്രോയിഡിലെ ഈ വാട്സാപ്പിൻ്റെ UI കാര്യങ്ങളെല്ലാം മാറിയിട്ടുണ്ട്. മുകളിലുണ്ടായിരുന്ന ചാറ്റ് കാര്യങ്ങളെല്ലാം താഴോട്ട് വന്നിട്ടുണ്ട്. സോ അങ്ങനെ കാര്യമായിട്ടുള്ളൊരു മാറ്റം വന്നിട്ടുണ്ട്. ഒന്ന് നോക്കി നോക്കുക, നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അടുത്ത ആഴ്ച വീണ്ടും കാണാം. ഞാൻ പറഞ്ഞത് മറക്കണ്ട, എല്ലാവരും നല്ല പോലെ വെള്ളം കുടിക്കാനായിട്ട് നോക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നല്ല പണി കിട്ടും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നിനൊരു മടിയും കാണിക്കേണ്ട. അടുത്ത ആഴ്ച വീണ്ടും കാണാം. ഗുഡ് ബൈ.